കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണമില്ലാത്തൊരു അവസ്ഥ. ഞാൻ കണ്ണു നോക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല. പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുൻ ആകെ പകച്ച് കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു. അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ്. ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ ഒച്ച പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു അപകട വാർത്തയായിരുന്നു അല്ലേ ബാലഭാസ്കറിന്റെ മരണവും ആ ഒരു ആക്സിഡന്റും. ബാലഭാസ്കർ മാത്രമല്ല അതിൽ മരിച്ചത്, പുള്ളിയുടെ മകളും മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയും ഡ്രൈവറായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഡ്രൈവറുമാണ്. അപ്പം അതിനുശേഷം ആ അപകടത്തിനും ആ മരണത്തിനും ശേഷം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു അപകട മരണമല്ല, ഒരു കൊലപാതകമാണ്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2 പ്രാവശ്യം CBIയും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല. കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാൾ ഇത് കണ്ടതാണ്, ദൃക്സാക്ഷിയാണ്. പുള്ളി പറയുന്നുണ്ട് ഒരു അപകടമല്ലായിരുന്നു, അത് എന്താ പറയുക, അപകടത്തിന് മുമ്പ് ബാലഭാസ്കർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായത്. ഈ ഡ്രൈവറായിട്ടുള്ള അർജുനും അതിനുശേഷം ഇപ്പം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും പിന്നെ ബാലഭാസ്കറിന്റെ മാനേജർ ഫ്രണ്ടായിട്ടുള്ളവരൊക്കെ ഒരുപാട് സ്വർണ്ണക്കടത്ത് കേസായിട്ടൊക്കെ അറസ്റ്റിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ബാലഭാസ്കറിന്റെ മരണത്തിന്, കുടുംബത്തിൽ സംഭവിച്ച ഇത്രയും വലിയൊരു ആക്സിഡന്റിന് കാരണമായിട്ടുള്ളത് ഈ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം ഏകദേശം 6 വർഷത്തോളമായി. ഇപ്പം അന്ന് പരിക്കേറ്റ കൂട്ടത്തിൽ ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിക്കായിരുന്നു, ബ്രെയിൻ ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാർത്തിക്കും ഒരുപാട് സൈബർ ബുള്ളിങ്, പുള്ളിക്കാർത്തിക്ക് ഇതൊക്കെ അറിയാം, ബാലഭാസ്കർ എങ്ങനെ മരിച്ചു, കൊല്ലപ്പെട്ടതാണ് എന്നൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്താ പറയുക സൈബർ ബുള്ളിങ് ഈ പുള്ളിക്കാർത്തിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും പുള്ളിക്കാർത്തി പുറത്ത് വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ഒരു ഇന്റർവ്യൂ കൊടുക്കാനോ ആരോടെങ്കിലും എന്താണ് സംഭവിച്ചത് ഒന്നും പറയാൻ വന്നിട്ടില്ല. പക്ഷേ ഈ 2 ദിവസം മുമ്പ് മനോരമ ന്യൂസിലെ ഒരു ഇന്റർവ്യൂ പുള്ളിക്കാർത്തി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ വൈഫ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തു വയ്ക്കുന്നില്ല. ഒരു ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാവരും ഒരുപാട് ചാനലുകാർ, നമ്മുടെ റിയാക്ഷൻ ചാനലുകാർ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം, നമുക്ക് ഒരാളെ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കാൻ, നമുക്ക് കാര്യങ്ങൾ അറിയാണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഒരുപാട് റെഫറൻസസ്, ഒരുപാട് പേരുടെ വീഡിയോ കണ്ടു, പഴയ ന്യൂസുകൾ കണ്ടു. അതിൻ്റെയൊക്കെ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താ പറയുക, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു വീഡിയോ ആണ് എൻ്റേത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. മറ്റൊരാളുടെ അഭിപ്രായം ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എനിക്ക് തോന്നി, നമുക്കിപ്പോൾ വാർത്തകളൊക്കെ കണ്ടോ, ന്യൂസ് അതൊക്കെയിലൂടെയൊക്കെയുള്ള വിവരങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു തോട്ട് നമ്മൾ ചിന്തിച്ചെടുക്കുമല്ലോ. നമ്മളിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം കേട്ടപ്പല്ലോ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ചിന്തിച്ചെടുത്തത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ ഭാഗം ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളായിട്ടും എന്തുകൊണ്ട് വെളിയിൽ വന്ന് ഇങ്ങനെ ഇത്രയും സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടും വെളിയിൽ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല, ഈ അപകടത്തെക്കുറിച്ചും ഉള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് അവതാരം ചോദിക്കുന്നുണ്ട്. ഒരു നല്ല ആങ്കറാണ് കേട്ടോ പുള്ളി. ഒരുപാട് വേദനിപ്പിക്കാത്ത രീതിയിൽ പുള്ളിക്കാരത്തിയുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നിട്ട്, പുള്ളിക്കാരത്തേക്ക് ഹസ്ബൻഡിനെ മാത്രമല്ല നഷ്ടപ്പെട്ടത്, ഒരു പിഞ്ച് കുഞ്ഞിനെ കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ അത്രയും ഒരു മെൻ്റൽ ട്രോമയിൽ നിൽക്കുന്നവരോട് അത്യാവശ്യം അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇൻ്റർവ്യൂ മുമ്പോട്ട് പോയത്. അപ്പം എന്തുകൊണ്ട് ഇത്രയും നാളും എന്തുകൊണ്ട് ലക്ഷ്മി മുമ്പോട്ട് വന്നില്ല, പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലക്ഷ്മി കൊടുക്കുന്ന മറുപടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു ഇത്രയും കാലം ലക്ഷ്മി എന്താണ് പുറത്ത് വരാതിരുന്നത്? ജയൻ, ഒന്നാമത്തെ കാരണം അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. അതുവരെയും ഒരു ഡ്യുവൽ ലൈഫ് പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങൾ തുടങ്ങി, പിന്നെ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വോട്ടെവർ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് എനർജിയും കുറച്ച് ഇതും നിയമപരമായിട്ടുള്ള സഹകരണത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും ഓരോ മൊഴിയെടുക്കലും എനിക്ക് തോന്നുന്നു ഞാൻ ബോധത്തിലേക്ക് വന്ന് എൻ്റെ സംസാരശേഷി തിരിച്ച് കിട്ടിയ സമയം മുതൽ നമ്മുടെ ലോക്കൽ പോലീസിന്, പിന്നെ അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിലും, പിന്നെ അത് കഴിഞ്ഞ് CBIയുടെ 2ാമത്തെ സംഘം, അങ്ങനെ എല്ലാവരുടെ മുന്നിലും, പിന്നെ കോടതിയിലും CJM കോർട്ടിലും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ആദ്യം മുതൽ ഒരൊറ്റ തവണ പോലും എൻ്റെ അസൗകര്യങ്ങളുടെ പേരിലോ എൻ്റെ വയ്യായികയുടെ പേരിലോ ഒന്നും ഒരു സമയം ഞാൻ മാറ്റി വെച്ചിട്ടില്ല. കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതൊന്നും പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ആരും അറിയാത്തത്.
അത് ശരിയാ, ഇതൊന്നും പബ്ലിക്കലി വരാത്ത കാര്യങ്ങളായതുകൊണ്ട് ആളുകൾ അറിയുന്നില്ല. അപ്പോൾ ആളുകൾക്ക് പലതും പറയാം. പുള്ളിക്കാരത്തേക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ അപകടത്തിൻ്റെ ഇതായിട്ട്. പുള്ളിക്ക് ബ്രെയിൻ ഇഞ്ചുറിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് പിന്നെ ഓർമ്മ റിക്കളക്ട് ചെയ്ത് പിന്നെ സംസാരിക്കുന്ന രീതിയിലോട്ടൊക്കെ വന്നപ്പോൾ മുതൽ അന്വേഷണ സംഘവുമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു. 2 CBI ഉണ്ടായിരുന്നു, 2 CBI സംഘങ്ങളുണ്ടായിരുന്നു. പിന്നെ പോലീസാണെങ്കിലും ക്രൈം ബ്രാഞ്ച് ആണെങ്കിലും അവരോടൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു. മെൻ്റലിയും ഫിസിക്കലിയും പുള്ളിക്കാരത്തി ഒരുപാട് തകർന്നു പോയി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് എന്താ പറയുക, പുറത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിയമപരമായിട്ടുള്ള ഇതിലോട്ട് പോയി. പുള്ളിക്കാരത്തി ഓക്കെ ആയപ്പോൾ തന്നെ ഫസ്റ്റ് നിയമപരമായിട്ട് അവർ ചോദിക്കുന്നതിനും അവരുടെ എന്താ പറയുക ക്വസ്റ്റ്യനെയറിനും എന്നൊക്കെ ആൻസർ ചെയ്യാൻ പോയത് കൊണ്ടാണ് ഇത്രയും നാൾ പുറത്ത് വന്ന് കാര്യങ്ങളൊന്നും പറയായിരുന്നു. ഇപ്പം അത് പറയണമെന്ന് തോന്നി. എന്തുകൊണ്ട് തോന്നി എന്ന് കൂടി പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അവിടെ കേട്ടോ. ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു? ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, CBIയുടെ 2ാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് എന്തായി എനിക്ക് എൻ്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്കറിയില്ല, അതിന് വേർഡിക്റ്റ് ആകുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ്, ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത്. പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ, ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. പറയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ എല്ലാവരും ചേർന്ന് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും, പറയാനുള്ളവർ ഇനിയും പറയും. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് കുറച്ച് ആളുകൾ, പുള്ളിക്കാരത്തിനെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ലക്ഷ്മിനെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും നാൾ സംസാരിക്കാതിരുന്നത് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് CBI സംഘം വന്നു, അവർക്കും കൊടുത്തിട്ടുണ്ട്, മൊഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിണിതഫലമായിട്ട് ഇനി അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സൈബർ ബുള്ളിങ്, എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പം പറഞ്ഞേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല. സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റത്തെ സൈബർ ബുള്ളിങ്ങാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർജുൻ എന്ന് പറഞ്ഞവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ലക്ഷ്മിക്കെതിരെ ഒരുപാട് ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് ചാനലിലൊക്കെ. അതിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തി ഇപ്പോൾ ഒന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ അപകടം അവരൊന്ന് നെറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്, എന്തായിരുന്നു ഒന്ന് പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടുന്ന് പുറപ്പെടുന്നത് തൊട്ട് ആരാണ് വണ്ടി ഓടിച്ചതെന്നും എന്താണ് അപകടത്തിൽ സംഭവിച്ചതെന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു. അത് ഞങ്ങളൊരു വ്യക്തിപരമായ യാത്രയായിരുന്നു, മകളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു. എനിക്ക് ജോണ്ടിസിൻ്റെ പ്രശ്നം വന്നുകൊണ്ട്, അത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിങ്ങനെ വിട്ട് ബാക്ക് ടു ബാക്ക് ജോണ്ടിസിൻ്റെ ഒരു ബുദ്ധിമുട്ടും, അതിൽ നിന്ന് തിരിച്ച് റിക്കവർ ആവുക, വീണ്ടും എഫക്റ്റഡ് ആവുക, വീണ്ടും റിക്കവർ ആവുക, അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഒക്കെ പോകുന്നൊരു വളരെ ടയറിങ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ചയുണ്ടായിരുന്നു മോളുടെ. ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാലും നേർച്ച എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പേരിൽ പോയി. ബാലു നാട്ടിലുണ്ടപ്പോൾ ബാലു പറഞ്ഞു കുഴപ്പമില്ല മോളെ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെട്ടു. നേർച്ച കഴിഞ്ഞു. രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ അധികം വൈകിയില്ല, ഒത്തിരി വൈകാത്തത് കാരണം ബാലുവിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി. കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ്. തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു. കണ്ണടച്ചിരിക്കും, മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക. അന്നും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. അതിനുശേഷം കാറ് നിർത്തിയിരുന്നു. അപ്പോൾ എന്തായാലും അവർ കാറിൽ നിന്ന് ഡ്രൈവർ പുറത്തിറങ്ങി. ബാലു ബാക്കിലെ സീറ്റിലുണ്ട്. ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ. ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു. ബാലു പറഞ്ഞു അധികം വൈകില്ല, നമ്മൾ എത്താറായി. അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ? ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി, ഡോർ അടച്ചു. ഞാൻ കണ്ണടച്ചിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു. ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു. പിന്നും കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി. എനിക്ക് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷയം എനിക്ക് അത്ര വ്യക്തമല്ല. പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുൻ ആകെ പകച്ച് കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു. അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ്. ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒച്ച പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവിടെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കണ്ടു.
അപ്പം ഇതാണ് ലക്ഷ്മി അപകടത്തെക്കുറിച്ച് പറയുന്നത്. അവരവിടുന്ന് പുറപ്പെടുന്നു, ഇടയ്ക്ക് എവിടെയോ നിർത്തി ജ്യൂസ് കുടിക്കുന്നു. അതിനുശേഷം ബാലഭാസ്കർ ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബാക്കിൽ കിടക്കുന്നു. കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം വണ്ടിയുടെ കൺട്രോൾ പോകുന്ന രീതിയിലുള്ള ഒരു ഓട്ടം ആ വണ്ടിക്ക് ഉണ്ടാകുന്നു. വണ്ടി അപ്പോഴും ഓടിച്ചുകൊണ്ടിരുന്നത് അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറാണ്. അത് വണ്ടി എവിടെ പോയി ഇടിക്കുന്നു, പിന്നെ ഓർമ്മ ഇല്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷെ കലാഭവൻ സോബി എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പമ്പിന്റെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ സംഭവിച്ചത്. ഈ വണ്ടി ആക്രമിക്കപ്പെടുന്നുണ്ട്, വണ്ടി തല്ലി തകർക്കുന്നുണ്ട്, കുറേ ഗുണ്ടാസംഘങ്ങൾ വന്ന് വണ്ടി ആക്രമിക്കുന്നു. അതിനുശേഷമാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആ വണ്ടിക്കകത്ത് നിന്ന് എന്തൊക്കെയോ പൊതിയൊക്കെ എടുത്തിട്ട് ഒരാൾ ബുള്ളറ്റിൽ പോകുന്നുണ്ട് എന്നൊക്കെ സോബി പറയുന്നുണ്ട്. അതൊന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷേ സോബി പറയുന്നതും എന്തൊക്കെയോ കണക്റ്റഡ് ആണെന്ന് എനിക്ക് എവിടെയൊക്കെ തോന്നുന്നുണ്ട് ഇതിൽ. ഞാൻ ലക്ഷ്മിയെ ഒരിക്കലും കുറ്റം പറയല്ല. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ലക്ഷ്മിക്ക് ഇതെല്ലാം അറിയാം, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇതൊന്നും അറിയില്ല. ആരൊക്കെയോ ഈ അപകടത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ലക്ഷ്മിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കുട്ടി നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനും പറ്റില്ല പൂർണ്ണമായിട്ട്. ഈ അർജുൻ എന്ന് പറയുന്നവൻ ആദ്യം മൊഴി കൊടുത്തിരുന്നത് ഹോസ്പിറ്റലിൽ ആദ്യം ചെന്നപ്പോൾ മൊഴി കൊടുത്തിരുന്നത് അർജുനാണ് വണ്ടി ഓടിച്ചിരുന്നത്, അർജുനെ പറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം മൊഴി മാറ്റുന്നുണ്ട്. ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞ് മൊഴിയൊക്കെ മാറ്റുന്നുണ്ട്. കഴിയുമ്പോൾ നാട് വിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇപ്പം ഈ റീസെൻ്റ്ലി അവനെ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം ഇതിലേക്ക് എന്തൊക്കെയോ ഒരുപാട് പോരായ്മകളുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ആ വിഷയത്തിലോട്ട് കിടക്കാം. ഒരു ഫോണിൻ്റെ ഒരു കേസ് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ. അതൊന്ന് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പം അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തരണം കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിൻ്റെയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്. കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാവരും അറിഞ്ഞതാണ്. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാളെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിന് സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ, പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ, ആ ഒരു ഇതിലിരിക്കാം. പിന്നെ അതിനുള്ളിലാണ് ഈ കേസൊക്കെ വരുന്നതും പ്രശ്നങ്ങളാകുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ച്. അപ്പം ഈ തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ സുഹൃത്തിൻ്റെതായിരുന്നു ഇവരുടെ ഫോണ്, പേഴ്സും ഒക്കെ. ഫോൺ കൊണ്ടു കൊടുത്തു, ബാലുവിന്റെ ഫോൺ കൊണ്ടു കൊടുത്തില്ല, പേഴ്സ് കൊണ്ടു കൊടുത്തു. അമ്മയുടെ പേഴ്സ് കൊണ്ട് കൊടുത്തു. ഫോൺ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യകത എന്തായിരുന്നു? അല്ലെങ്കിൽ അത് സമ്മതിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? രണ്ട് രീതി ചോദിക്കാം. ഇച്ചിരി ക്രൂവലാണെങ്കിൽ നമുക്ക് രണ്ട് രീതി ചോദിക്കാം. എന്തിനാണ് നിങ്ങളത് സമ്മതിച്ചത്? ഈ തമ്പി എന്ന് പറയുന്നത് ഈ സുഹൃത്തിന്റെ കയ്യിൽ ഈ ഫോൺ ഇരുന്ന് കഴിക്കുക. അതിനകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ അപകടമല്ല, ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ആ ഫോൺ, ഇപ്പോൾ ഒരാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന സ്വന്തം ഫോണാണ്. അപ്പം ആ ഫോണിൽ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. അത് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് അന്വേഷണത്തിന് ഉപകാരപ്പെടും. എന്തെങ്കിലും ആട്ടറി അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ, ബിലോങ്സ്, മിച്ചമുള്ള കാര്യങ്ങൾ, ഫോണ്, പേഴ്സ് എന്നിവയൊക്കെ മറ്റൊരാൾ വെക്കേണ്ട കാര്യം എന്താണ്? അതിപ്പോൾ എത്ര വലിയ സുഹൃത്താണെങ്കിലും മറ്റൊരാൾ വെക്കേണ്ടത്. ഇപ്പം ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ സമ്മതിക്കുമോ? എനിക്ക് ഭാര്യ ആയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുമോ, സമ്മതിക്കുമോ? ഇങ്ങനെ ഫോൺ കൊണ്ടുപോയിക്കോട്ടെ, വേറൊരാൾ കൊണ്ടുപോട്ടെ, സുഹൃത്തിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? എൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ? അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ സമ്മതിക്കുമോ? എൻ്റെ അമ്മയാണെങ്കിൽ സമ്മതിക്കുമോ? എൻ്റെ ഫോൺ എൻ്റെ കൂട്ടുകാരൻ്റെ ഇരുന്നോട്ടെ സമ്മതിക്കുമോ? എൻ്റെ മിച്ചമുള്ളൊരു ഓർമ്മ, ആ ഒരു രീതിയിൽ ചിന്തിക്കും നിങ്ങൾ. ഇപ്പം കേസൊക്കെ ആ സമയത്ത് ഇല്ല, ഓക്കെ, ഒന്നുമില്ല, ഇങ്ങനെ വന്നിട്ട്. പക്ഷേ ഈ മിച്ചമുള്ള ഓർമ്മ എന്ന് പറയുന്നത് ആ ഫോണ് അല്ലെങ്കിൽ ഇതൊക്കെ മറ്റൊരാളുടെ ഇരിക്കാൻ സമ്മതിക്കുമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. അതിൽ എന്തോ ഒരു പന്തികേടുണ്ട്, ഉറപ്പായിട്ടും അവിടെ എന്തോ ഒരു പന്തികേടുണ്ട്. അതിപ്പം എന്തൊക്കെ വിചാരിച്ചാലും കൊള്ളാം, ഞാനുള്ള കാര്യം പറയാം. എനിക്ക് ഈ ഇന്റർവ്യൂവിൽ അങ്ങോട്ടൊന്ന് ഹോണ്ട് ചെയ്ത ഒരു കാര്യം ഇതാണ്. ഈ ഫോണ് എന്തിനാണ് പുള്ളി കൊണ്ടുപോയി? അതിനകത്തുള്ള ഡേറ്റയൊക്കെ ഇവനെ എറൈസ് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെ അറിയും? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഫോൺ എന്തിന് കൊണ്ടുപോയി? അവിടെയൊക്കെയാണ് കുറച്ച് സംശയങ്ങൾ കിടക്കുന്നത്. ഇനിയിപ്പം ഈ ഇന്റർവ്യൂവിൽ ഇത് ഒരു ഈസി മട്ടിലാണ് ലക്ഷ്മി പറഞ്ഞു പോയത്. ഫോൺ പുള്ളി കൊണ്ടുപോയി, എത്രയേ ഉള്ളൂ, പുള്ളിയുടെ കയ്യിലാണ് ഫോൺ പിന്നെ കിട്ടിയില്ല. പുള്ളി എന്തോ ഒരു കേസിൽ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പിന്നെ വീടൊക്കെ സെർച്ച് ചെയ്തപ്പം 3 ഫോൺ എന്തോ കിട്ടി. അതിൽ ഒരെണ്ണം ബാലുവിൻ്റെ ഫോണായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. ഈ പുള്ളി ഫോൺ തിരിച്ചു കൊണ്ട് കൊടുത്തതൊന്നും ചോദിക്കാനൊന്നും പോയില്ല. ഫോൺ എന്ത് ചെയ്യാന്ന് ചോദിക്കാൻ പോയില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അത്രയും നാളും ബാലഭാസ്കർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എന്തുകൊണ്ട് മേടിച്ചില്ല? ഈ ഇന്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു ചോദ്യമാണത്. ഈ കലാഭവൻ സോബിയെ പറഞ്ഞതിനെ കുറിച്ചിട്ടും ലക്ഷ്മി പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് നിർത്താം. ഇതൊരു 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ചെയ്ത് നോക്കി മനസ്സിൽ ഞാൻ പിക്ചറൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു, കുറേ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ, ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ. ബാലു ട്രിവാൻഡ്രം എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം. ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാലു ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ? ഇനി എൻ്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ്. ബാലു എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാം. ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി ബാലു പറഞ്ഞിട്ടുണ്ട്. അപ്പു എന്ന് പറയുന്ന അർജുൻ്റെ വീട്ടിലെ പേരാണ്. അപ്പു ഡ്രൈവ് ചെയ്യായിരുന്നു, അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലു പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും, എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും. കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളങ്ങനെ മറന്നുപോകും, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ യാത്രയെപ്പറ്റി ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ പിന്നീട് ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അതൊരു ഒരു ഭാവനയാണ് എന്നാണ് ചില ആൾക്കാർ വന്ന ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല. ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ബോധത്തിൽ തന്നെയുണ്ട്. ഇടിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട്. അർജുൻ പകച്ചിരിക്കുന്നതും വണ്ടി കൺട്രോൾ വിട്ട് എങ്ങോട്ട് പോകുന്നതും ആ വിഷ്വൽസ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം, ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം. പിന്നെ എവിടെയാണ് ഈ മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ എവിടെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ ഒരുപാടുണ്ടെന്ന് അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. ഈ ഒരു ഓഫ് റോഡ് ഫീൽ ചെയ്തത് ഈ ലക്ഷ്മി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ ഒരു സിക്കിലായിരുന്നു. അപ്പം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിക്ക് പെട്ടെന്നൊരു ഓഫ് റോഡ് ഫീൽ ചെയ്തു, വണ്ടി കുറച്ച് കുലുങ്ങുന്നു, ചാടുന്നു, മറിയുന്നു ഒക്കെ ഫീൽ ചെയ്തപ്പോഴാണല്ലോ ലക്ഷ്മി എഴുന്നേറ്റ്. ഇങ്ങനെ വണ്ടി ഓഫ് റോഡ് രീതിയിൽ അല്ലെങ്കിൽ അത്ര സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറ്റേ ഈ വണ്ടിയിൽ സ്വർണ്ണമുണ്ട്, ഈ ബാലുവിൻ്റെ വണ്ടിയിൽ സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്, ഈ ഇവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ അർജുനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ ഒരു ഭയത്തിൽ ഇവൻ സ്പീഡിൽ ഓടിച്ചു പോയപ്പോൾ അപകടം നടന്നതായിരിക്കാം. അങ്ങനെ ഒരു ചാൻസ് ഇല്ലേ? അങ്ങനെ അപകടം നടന്നതായിരിക്കാം. ഇവനെന്തോ ഉടായ്പ എൻ്റെ അടുത്തുണ്ട്. ഈ അർജുൻ എന്ന് പറയുന്നവന് എന്തോ ഉടായ്പുണ്ട്. അതിൽ ഇവർക്കൊക്കെ പങ്കുണ്ടോ, ബാലുവിന് പങ്കുണ്ടോ, ലക്ഷ്മിക്ക് പങ്കുണ്ടോ, ഇതൊക്കെയാണ് തെളിയേണ്ടത്. ഇനി അങ്ങനെയൊന്നും അല്ലേ, ഇവന് മാത്രമാണോ, ഈ അർജുൻ എന്ന് പറയുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ ഇത് വെറും ഒരു അപകടം മരണം മാത്രമാണോ, ഇതൊക്കെ തെളിയേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇപ്പോൾ ഈ സോബി പറയുന്നതൊന്നും ശരിയല്ല, ഇങ്ങനൊരു എന്താ പറയുക, ഇവരുടെ വണ്ടി ആരും ആക്രമിച്ചിട്ടില്ല എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. ചിലപ്പം അതായിരിക്കാം ശരി. ഈ സോബി എന്ന് പറയുന്നത് പുള്ളി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ചെയ്യുന്നതാണോ? നമുക്ക് ഒന്നും അറിയില്ലടേ, നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കേസ്, ഒറ്റ ചാൻസ്, ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവം, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറിന് എന്തെങ്കിലും പങ്കുണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ മരിച്ചു പോയ ഒരാളുടെ മുകളിലോട്ട് ഇനി ഇങ്ങനെ ഒരു ഇതും കൂടി കൊണ്ടുവന്ന് എത്തിക്കണ്ട, അവരെ വെറുതെ സമൂഹത്തിന് മുമ്പിൽ ഒരു വെറുക്കപ്പെട്ടവനാക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു തോട്ട് ലക്ഷ്മിക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ മറച്ചു വയ്ക്കുന്നതായിരിക്കാം. അങ്ങനെയും ആയിരിക്കാം, അങ്ങനെ ആയിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാം മറന്നീക്കിയൊന്ന് പുറത്തോട്ട് വരട്ടെ. ആളുകൾക്ക് എന്താ പറയുക, ഈ സൈബർ ബുള്ളിങ്ങും പുള്ളിക്കാരത്തിക്കാണെങ്കിലും അല്ലെ ബാലുവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആണെങ്കിലും ഇതൊക്കെ ഒന്ന് അറിയണ്ടേ, സത്യങ്ങളൊക്കെ പുറത്തു വരണ്ടേ. എത്ര നാളെന്ന് പറഞ്ഞാൽ സത്യമൊക്കെ മൂടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലൊന്നിനും പങ്കില്ലായിരുന്നത് ബാലുവിൻ്റെ മോൾക്ക് മാത്രമാണ്, അല്ലേ? ആ ഒരു പിഞ്ച് ജീവന് മാത്രമാണ് ഒന്നിനും പങ്കില്ലായിരുന്നത്. എല്ലാവരും ബാലഭാസ്കറിൻ്റെ കാര്യം പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം മറന്നു പോകുന്നു. അവളും ഈ എന്താ പറയുക, ഈ ലോകത്തു നിന്ന് പോയി. ആ ഒരു അപകടത്തോടു കൂടി ഒരിക്കലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരിക്കലും ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്ത് ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാത്തവർ മനോരമ ന്യൂസിലേക്ക് ഇടപെട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൂർണ്ണത കിട്ടും. പുള്ളിക്കാരത്തി ഒരുപാട് എന്താ പറയുക, ഒരു സ്ട്രെസ് അനുഭവിച്ചിട്ട്, ഒരുപാട് മെൻ്റൽ ട്രോമ അനുഭവിച്ചിട്ടൊക്കെ തന്നെയാണ്. ഇതിന് ശേഷം ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരാൾ വന്നിട്ട് ഒരു വീഡിയോയും മനോരമ വെളിയിൽ വിട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോഴറിയാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അറിയില്ലടി എന്താ സംഭവിക്കുന്നുള്ള കാര്യം. എന്തെങ്കിലും വെളി വരുവാണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് മൊത്തം എടുത്തതിൽ നിന്ന് നമുക്കൊരാളെയും ഡയറക്റ്റായിട്ട് കുറ്റം പറയില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടായിരുന്നത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ അവിടെ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് വളരെ നന്ദി. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.